ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിലെ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ഇന്നത്തേത്. 22/24 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമുക്ക് എന്നും ഇംഗ്ലീഷും മലയാളവും മാത്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ. ഇവിടെ ലെറ്റ്സ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. ലെറ്റ്സ് വന്നാൽ എന്തായിരിക്കണം? അത് ഷാൽ ബി ആയിരിക്കണം. ഷാൽ ബി ലെറ്റ്സ് വരുമ്പോൾ ലെറ്റ്സ്, അതേപോലെ തന്നെ ലെറ്റ്സും ഉണ്ട്, അതേപോലെ ലെറ്റസും വന്നു കഴിഞ്ഞാൽ എന്ത് വരണം? അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ അതിൽ ഷാൽ ബി ആയിരിക്കണം. അതായത് ലെറ്റസ്, അതേപോലെ തന്നെ ലെറ്റ് മീ, ലെറ്റ് ഹിം, ലെറ്റ് ദം, ലെറ്റ് ഹിയർ എന്നൊക്കെ പറയുന്ന റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, ക്വസ്റ്റ്യനിൽ ആ തന്നിരിക്കുന്ന ഇതെന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ എന്ത് വരണം? അവിടെ നമുക്ക് വിൽ യു ആണ് വരേണ്ടത്. അതായത് ലെറ്റിൽ ആരംഭിക്കുന്ന ഒരു സെന്റൻസ് പ്ലീസ് എന്ന് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് ഫോർമാറ്റ് ഉണ്ട് എങ്കിൽ അവിടെ എന്ത് വരണം? വിൽ യു വരണം. അപ്പൊ ലെറ്റ്സും ലെറ്റസും ആണെങ്കിൽ എന്താണ്? ഷാൽ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. ഐ വെന്റ് ടു ഡാഷ് നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. നാഷണൽ പാർക്ക് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് വരേണ്ടത്? ഐ വെന്റ് ടു ദ നാഷണൽ പാർക്ക് യെസ്റ്റർഡേ. അതായത് ഇപ്പൊ റിവേഴ്സ്, കനാല്, സീ, നമ്മുടെ ഓഷ്യൻസ്, അതേപോലെ നാഷണൽ പാർക്കുകൾ, നമ്മുടെ ഹോളി ബുക്ക്, ദ രാമായണ, ദ ബൈബിൾ, അങ്ങനെയൊക്കെ വരും. അതേപോലെ തന്നെ ഹോട്ടല്, അതേപോലെ ഷിപ്പ്, ട്രെയിന്, ഫോറസ്റ്റ്, അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ദായാണ് ചേർക്കേണ്ടത്. അതേപോലെ ദാ ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ എന്താണ്? സ്ട്രോങ്ങർ ദാൻ, ഷോർട്ടർ ദാൻ, അല്ലെ, ടോളർ ദാൻ വേണം. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അതിന് മുമ്പ് എന്ത് വേണം? ദ ഫാസ്റ്റസ്റ്റ്, ദ സ്ട്രോങ്ങസ്റ്റ്, അവിടെയും എന്താണ് വരേണ്ടത്? ദായാണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഇഡിയം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ്. അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ കറക്റ്റ് ഇഡിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഇസ് എ സ്ട്രെയിറ്റ് ആരോ. എന്താണ് അവിടെ സ്ട്രെയിറ്റ് ആരോ എന്ന വേർഡിന് അവിടെ മീൻ ചെയ്യുന്നത്? എന്താണ് സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സണെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുന്നത്, അല്ലെ. അതേപോലെ തന്നെ നമുക്ക് 2-3 കൂടി കൂട്ടത്തിൽ പഠിച്ച് വെക്കാം. എന്താണ് കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് എപ്പോഴും ചോദിക്കുന്ന കുറച്ചാണ് ഇതൊക്കെ. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് അറ്റ് ദ 11th അവർ. അറ്റ് ദ 11th അവർ എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെന്റ്. അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെന്റിനെയാണ് എന്ത് പറയുന്നത്? അറ്റ് ദ 11th അവർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി പഠിച്ചു വെക്കാം. എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന് പറയുന്ന ഇഡിയം എന്താണ് സൂചിപ്പിക്കുന്നത്? എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സണെയാണ് നമ്മൾ എ ബിഗ് ബഗ് എന്ന് പറയുന്നത്. അപ്പൊ കിക്ക് ദ ബക്കറ്റ് ആണെങ്കിൽ ടു ഡൈ ആണ്. അറ്റ് ദ 11th അവർ ആണെങ്കിൽ അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെന്റ് ആണ്. എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. സ്ട്രെയിറ്റ് ആരോ എന്ന് പറയുമ്പോൾ എന്താണ്? ആൻ ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ആണ്. ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് ക്ലോസ് ആണല്ലേ തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നം ബാക്കിയായിട്ട്? ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ് വരേണ്ടത്? യു വിൽ സക്സീഡ് ആണ്. യു വിൽ സക്സീഡ്. അതായത് ഇവിടെ എന്താണ് ഈ നമ്മുടെ ക്ലോസിൽ, ഫസ്റ്റ് ക്ലോസിൽ എന്താ? സബോർഡിനേറ്റ് ക്ലോസിൽ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോർമാറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് എന്തായിട്ട് വരണം? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേണം, അതേപോലെ എന്ത് വേണം? സബ്ജക്റ്റ് പ്ലസ് വിൽ, അല്ലെങ്കിൽ വിൽ, ഷാൽ, അല്ലെങ്കിൽ എന്ത് വരാം? മേ വരാം, അല്ലെങ്കിൽ ക്യാൻ വരാം, പ്ലസ് V1 ആണ് വരേണ്ടത്. അപ്പൊ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ആണ് സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ എന്താണ് വരേണ്ടത്? സബ്ജക്റ്റ് ആദ്യം വരണം, വില്ല്, ഷാല്, മേ, അല്ലെങ്കിൽ ക്യാൻ വരണം, V1 ഫോർമാറ്റ് വരണം. അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? യു വിൽ സക്സീഡ്. ഓക്കെ, അതായത് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്താണ്? യു വിൽ സക്സീഡ്. നീ തീർച്ചയായും എന്ത് ചെയ്യും? അവിടെ വിജയിക്കും. അതാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫോക്സ് പാ എന്നാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫോക്സ് പാസ് നമ്മൾ ഇതിനകത്ത് എഴുതിയെങ്കിലും പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? ഫോക്ക് പാ എന്നാണ്. ഫോക്ക് പാ മീൻസ് എന്താണ്? ആൻ എംബാരസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓഫ്
ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഫോക്പ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫോൾ സ്റ്റെപ്പ്, ഒരു തെറ്റായ തീരുമാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്പ എന്ന് പറയുന്നത്. ഫോക്പ ആൻ എംബാരസിങ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ ദ സോഷ്യൽ സിറ്റുവേഷൻ. അതാണ് അതിന്റെ കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ഫോൾ സ്റ്റെപ്പ്? ഏറ്റവും കൂടുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോൾ സ്റ്റെപ്പ് ആണ് കേട്ടോ. ഫോൾ സ്റ്റെപ്പ് തെറ്റായ തീരുമാനമാണ്. എങ്കിൽ അതേപോലെ കുറച്ച് പഠിച്ചു വെച്ച ഫോറിൻ വേർഡ്സ് ആണ് അഡ്ഹോക്ക്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്, ഇതിനെയാണ് നമ്മൾ അഡ്ഹോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സെട്ര, നമ്മൾ എക്സെട്ര എന്ന് പറയും അല്ലേ, നമ്മൾ എങ്ങനെയാ ഇത് എഴുതേണ്ടത്? എക്സെട്ര എന്നൊക്കെ എഴുതി വെക്കും. അത് എങ്ങനെയാ ശരിക്കും ഇത് എഴുതേണ്ട? സ്പെല്ലിംഗ് എന്താണ്? ETCETERA. ഇതാണ് എക്സെട്രയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ETCETERA ആണ്. അതേപോലെ എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓൾ ടുഗദറിനെയാണ് നമ്മൾ എൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്സ്പ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോൾ സ്റ്റെപ്പ്, ആൻ എംബാരസിംഗ് ഓർ ടാക്ട്ലെസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇവിടെ എന്താണ്? ഇത് ബൂർഷ്വയാണ് അല്ലേ. ഇത് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പഠിച്ചു വെച്ചോളണേ. BOURGEOIS. നമുക്ക് ഒരിക്കലും പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ബൂർഷ്വ എന്താണ്? BOURGEOUS ആണ്. ഓക്കെ, ബി അവർ ജിയോ ഈസ്, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ബി അവർ ജിയോ ഈസ്. നമ്മൾ സൂപ്പറിൻറ്റൻഡന്റ് പഠിക്കത്തില്ലേ, സൂപ്പർ ഇന്ന് ടെന്ന് ഡെന്റ് എന്നൊക്കെ, അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ബി അവർ ജിയോ ഈസ് എന്നാണ് അതിന്റെ എന്താണ് അതിന്റെ സ്പെല്ലിങ്ങിന്റെ നമുക്ക് എക്സ്പാൻഷൻ ആയിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അതേപോലെ കുറച്ച് പഠിച്ചു വെക്കാം. വാക്വം എന്താണ്? VACUUM ആണ് വാക്വം എന്ന് പറയുന്നത്. അതേപോലെ ഓംലെറ്റ് ആണെങ്കിൽ എന്താണ്? OMELETT ആണ് ഓംലെറ്റ് എന്ന് പറയുന്നത്. വെക്കേഷൻ എന്താണ്? VACATION. ഇതാണ് വെക്കേഷന്റെ സ്പെല്ലിംഗ് വരുന്നത്. VACATION ആണ്. ഓക്കെ, അപ്പൊ ബി അവർ ജിയോ ഈസ്, അതാണ് ബൂർഷ്വ. അങ്ങനെ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചു, അപ്പൊ പിന്നെ തെറ്റത്തില്ല. യു ഡാഷ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. എന്താണ് യു? ഇവിടെ എന്ത് വന്നം? യു മേ ഒബൈ, യു ക്യാൻ ഒബൈ, യു നീഡ് ടു ഒബൈ, യു മസ്റ്റ് ഒബൈ അല്ലേ. അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അല്ലേ, ഒരു ഒബ്ലിഗേഷൻ ആണ്, നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടെ എന്താണ്? മസ്റ്റ് ആണ് വരേണ്ടത്. ആജ്ഞ, എന്താണ്? അപേക്ഷിക്കുക, അനുവദിക്കുക, അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ക്യാൻ വരാം, എന്താണ്? ക്യാൻ, ഷുഡ്, മസ്റ്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ എന്താണ് പറയേണ്ടത്? ഇവിടെ ഒരു നിർബന്ധമാണ്. നീ ഉറപ്പായും എന്ത് ചെയ്യണം? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്തേ പറ്റൂ. അതൊരു നിർബന്ധമാണ്, ഒരു ഒബ്ലിഗേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് വന്നം? യു മസ്റ്റ് ഒബേ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് വന്നം. നെയ്തർ സാം നോർ റാം ഡാഷ് പ്രസന്റ്. നെയ്തർ നോർ അല്ലെ, നെയ്തർ നോർ ആണ് ഫോർമാറ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ട് സെന്റൻസുകളാണ് ഇവിടെ വരേണ്ടത്, അങ്ങനെ അല്ലെ. അവിടെ വരുമ്പോഴേക്കും എന്താണ്? സാമു ഉണ്ട്, ഇവിടെ നോർ റാം. ഇവിടെ വരുന്നത് സെക്കൻഡ് എന്താണോ, രണ്ടാമത്തെ സബ്ജക്ട് എന്താണോ അതനുസരിച്ചായിരിക്കണം വെർബ് വരേണ്ടത്. ഇവിടെ എന്താണ്? റാം എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വന്നം? നെയ്തർ സാം നോർ റാം ഈസ് പ്രസന്റ് എന്ന് വന്നം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കുറച്ചുണ്ട് ഓറ് വെച്ച് കണക്ട് ചെയ്യണത്, അതേപോലെ നോറ് പറയുന്നത്, പിന്നെ എന്താണ്? എയ്തർ ഓർ, അതേപോലെ തന്നെ എന്താണ്? നെയ്തർ നോർ, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ട് സബ്ജക്റ്റുകൾ ഉണ്ടാകും അവിടെ. രണ്ടാമത്തെ സബ്ജക്ട് എന്താണോ, രണ്ടാമത്തെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം? നമ്മുടെ അവിടെ വെർബ് സിംഗുലർ ആയിട്ട് വരണം. രണ്ടാമത്തെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? വെർബും അവിടെ പ്ലൂറൽ ആയിട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാഹുൽ സെഡ് ഐ ലീവ് ഇൻ ചെന്നൈ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? രാഹുൽ സെഡ് ദാറ്റ് അല്ലെ. എപ്പോഴും എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് V1 ആണെങ്കിൽ അതിനെ സബ്ജക്റ്റ് പ്ലസ് V2ലോട്ട് മാറണം നമുക്കിവിടെ. അപ്പൊ ഇവിടെ എന്താ? രാഹുൽ സെഡ് ദാറ്റ്, അത് നമ്മൾ നോർമലി പറയുന്നതാണ് അല്ലെ. അപ്പൊ ഇതല്ല എന്നറിയാം. രാഹുൽ സെഡ് ദാറ്റ് ഹി ലീവ്ഡ് അല്ലെ. അപ്പൊ എന്താണ്? ലീവ് എന്ന് പറയുന്നത് ഇവിടെ V1 ഫോം ആണ്. അത് എന്താക്കി മാറ്റണം? V2 ആക്കി മാറ്റിയാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ്? ഐ ലീവ് ഇൻ ചെന്നൈ ആണെങ്കിൽ എന്ത് വരും? രാഹുൽ സെഡ് ദാറ്റ്. രാഹുൽ പറഞ്ഞ എന്താ? ഹി ലീവ്ഡ് ഇൻ ചെന്നൈ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്. സിനോണിം ഫോർ ദ വേർഡ് പ്രിപ്പോസ്റ്ററസ്. പ്രിപ്പോസ്റ്ററസിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രിപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അസംബന്ധമായ, കപടമായ എന്നൊക്കെ പറയുന്നതാണ്. എ കോൺട്രറി ടു റീസൺ ഓർ കോമൺ സെൻസസ്
അട്ടർലി അബ്സേർഡ്, അതാണ് അതിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കണേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. 10 ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി എന്താണ് നമ്മുടെ 10 മലയാളത്തിലേക്ക് നമുക്ക് പോകാം. കുലം കൂലം ശരിയായ അർത്ഥജോടി എഴുതുക. കുലം, കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? വംശമാണ് അല്ലെ കുലം. അപ്പൊ എന്താണ്? വംശം. അപ്പൊ നമുക്ക് ഇത് രണ്ടും വിട്ടാം. അപ്പൊ ഒന്ന് തീരമായ അല്ലെ. അടുത്ത എന്താണ്? കൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? തീരമാണ്. കുലം വംശം, കൂലം എന്താണ്? തീരം. അങ്ങനെയാണെങ്കിൽ കന്ദരം എന്താണ്? കന്ദരം. ഈ കന്ദരം എന്ന് പറഞ്ഞാൽ അത് ഗുഹയാണ്. നമ്മൾ കന്ദരം കഴുത്തെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഈ കന്ദരമാണ്. ഈ കന്ദരം എന്ന് പറയുന്നത് എന്താണ്? കഴുത്താണ്. രണ്ടും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അകം, അകം എന്ന് പറഞ്ഞാൽ എന്താണ്? അകം എന്ന് പറഞ്ഞാൽ ഉള്ളാണ് അല്ലെ, ഉള്ളുവശം, അകം, അകത്ത്. അതേപോലെ ഈ അകം എന്താണ്? അകം, അകം എന്ന് പറഞ്ഞാൽ പർവ്വതം, പർവ്വതമാണ്. നെക്സ്റ്റ് അതേപോലെ ഒരു വാക്ക് പറയാം, മർക്കടം. മർക്കടം എന്ന് പറഞ്ഞാൽ കുരങ്ങാണ് അല്ലെ. എങ്കിൽ മർക്കടകം എന്താണ്? മർക്കടകം. മർക്കടകം എന്ന് പറഞ്ഞാൽ അതിനെ ചിലന്തിയാണ് മർക്കടകം എന്ന് പറയുന്നത്. അപ്പൊ കന്ദരം, ഈ ഇതായാണെങ്കിൽ ഗുഹയാണ്, ഇതാണെങ്കിൽ കഴുത്താണ്. അകം ഉള്ള, അകം പർവ്വതമാണ്. മർക്കടം കുരങ്ങാണ്, മർക്കടകം ചിലന്തിയാണ്. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ജാമാതാവ്, ജാമാതാവ് എന്താണ്? മരുമകനാണ്. മരുമകനെയാണ് ജാമാതാവ് എന്ന് പറയുന്നത്. അപ്പോ ആരാണ് മരുമകൾ? മരുമകൾ ആരാണ്? പുത്രന്റെ ഭാര്യ. പുത്രന്റെ ഭാര്യ എന്താണ് പറയേണ്ടത്? പുത്രന്റെ ഭാര്യ. മരുമകളല്ലേ പുത്രന്റെ ഭാര്യ. അതെന്താണ്? അത് സ്നുഷയാണ്. ജാമാതാവ് സ്നുഷയാണ്. ഓക്കെ, പുത്രന്റെ ഭാര്യ സ്നുഷ. ജാമാതാവ് എന്താണ്? മരുമകനെയാണ്. ഇനി പുത്രന്റെ പുത്രൻ, പുത്രന്റെ പുത്രൻ ആരാണ്? പുത്രന്റെ പുത്രൻ അതാരാണ്? അത് പൗത്രനാണ്. പുത്രന്റെ പുത്രനാണെങ്കിൽ അത് പൗത്രനാണ്. എങ്കിൽ പുത്രന്റെ പുത്രിയാണെങ്കിലോ അത് പൗത്രി. പൗത്രിയാണ് പുത്രന്റെ പുത്രി എന്ന് പറയുന്നത്. എങ്കിൽ മകളുടെ മകൻ ആരാണ്? മകളുടെ പുത്രൻ അല്ലെങ്കിൽ മകളുടെ മകനാണ്. അത് ദൗഹിത്രൻ. ദൗഹിത്രനാണ് എന്താ? മകളുടെ മകൻ. എങ്കിൽ മകളുടെ മകൾ ആരായിരിക്കും? അത് ദൗഹിത്രിയാണ്. ദൗഹിത്രി. ഓക്കെ, അപ്പൊ പുത്രന്റെ ഭാര്യയാണെങ്കിൽ അത് സ്നുഷയാണ്. പുത്രന്റെ പുത്രനെ പൗത്രൻ എന്നും പുത്രന്റെ പുത്രിയെ പൗത്രി എന്നും പറയും. മകളുടെ മകനാണെങ്കിൽ ദൗഹിത്രൻ, മകളുടെ മകളാണെങ്കിൽ ആരാണ്? ദൗഹിത്രിയാണ്. അതേപോലെ മരുമകനെയാണ് ജാമാതാവ് എന്ന് പറയും. പുത്രന്റെ ഭാര്യ മരുമകളാണെങ്കിൽ ആരാണ്? സ്നുഷയാണ്, സ്നുഷ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശരിയായ വാക്യം ഏത്? ഞാൻ എത്ര താമസിച്ച് കിടന്നും കൃത്യമായി ഉണരും. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. നമുക്ക് നോക്കാം. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. അവിടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. അതും തെറ്റാണ്. അപ്പൊ എന്താണ് ആൻസർ പറയേണ്ടത്? ഞാൻ എത്ര താമസിച്ച് കിടന്നാലും ഞാൻ എന്താണ്? കൃത്യമായിട്ട് ഉണരുന്നുണ്ട്. ഓക്കെ, NOC എന്നതിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഏത്? NOC. ഒക്കെ നമ്മുടെ ഈ പറയുന്ന ഇതായിട്ട് നമ്മുടെ എന്താണ് ജോലി സംബന്ധമായിട്ട് വരുന്ന പദങ്ങളൊക്കെയാണ് ഈ പറയുന്ന. അപ്പൊ എന്താണ് NOC എന്ന് പറയുന്നത്? നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതെന്താണ്? നിരാക്ഷേപ പത്രമാണ്. നിരാക്ഷേപ പത്രം. എങ്കിൽ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ് പറയേണ്ടത്? നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതെന്താണ്? അത് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ്. ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ് എന്ന് പറയും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്. അതേപോലെ മറ്റൊന്നാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. പൊസഷൻ സർട്ടിഫിക്കറ്റ് അതിന്റെ മലയാളം എന്താണ്? കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റിനെയാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. കൈവശാവകാശ സാക്ഷ്യപത്രം. നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതാണ് ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റ്. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? നിരാക്ഷേപ പത്രം എന്ന് പറയുന്നത്. അലംഭാവം. അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? മതി എന്നുള്ള ഭാവം. അതിനെയാണ് നമ്മൾ അലംഭാവം എന്ന് പറയുന്നത്. അലംഭാവം മതി എന്നുള്ള ഭാവമാണ്. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ആർദ്രം. ആർദ്രം എന്ന് പറഞ്ഞാൽ അത് നനവുള്ളതാണ്. നനവുള്ളത്. ശുഷ്കം. ശുഷ്കം എന്തായിരിക്കും? ശുഷ്കം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്. ചുരുങ്ങിയതിനെയാണ് നമ്മൾ ശുഷ്കം എന്ന് പറയുന്നത്. അതേപോലെ ഹിമം. ഹിമം എന്താണ്? അത് മഞ്ഞിനെയാണ് ഹിമം എന്ന് പറയുന്നത്. ആർദ്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ്? നനവുള്ളതാണ്.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടില്ല. കണ്ണീർ, തണ്ണീർ, വെണ്ണീർ എല്ലാം ഏകദേശം ഒരേപോലെയാണ്. കൂട്ടത്തിൽ പെടാത്ത അപ്പൊ ഏതായിരിക്കും? വിണ്ണാർ. വിണ്ണാറാണ് കൂട്ടത്തിൽ പെടാത്തത്. ഋഷികളെ സംബന്ധിച്ചതാണ് എന്ത്? ആർഷമാണ് ഋഷികളെ സംബന്ധിച്ചത്. എങ്കിൽ മുനിയുടെ ഭാവം എന്താണ്? മുനിയുടെ ഭാവമാണ് എന്താ? മൗനം. മൗനമാണ് മുനിയുടെ ഭാവം, മൗനം. എങ്കിൽ ഗൃഹത്തെ സംബന്ധിച്ചത് എന്താണത് പറയുന്നത്? ഗൃഹത്തെ സംബന്ധിച്ചതാണ് ഗാർഹികം. ഗാർഹികമാണ് ഗൃഹത്തെ സംബന്ധിച്ചത്. മുനിയുടെ ഭാവം മൗനമാണ്, ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികമാണ്, ഋഷികളെ സംബന്ധിച്ചത് ആർഷമാണ്. സർക്കുലർ എന്ന പദത്തിന് ഉപയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിപത്രമാണ് സർക്കുലർ. അതേപോലെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലമാണ്, ലേലം ഒക്കെ ഭാഷാപദങ്ങളാണ്. അതേപോലെ ലീസ് എന്താ? ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടം, പാട്ടത്തിനെടുത്തു എന്നൊക്കെ പറയത്തില്ലേ? അതേപോലെ പഠിക്കേണ്ട മറ്റൊന്നാണ് വിൽഡീഡ്. എന്താണ് വിൽഡീഡ് എന്ന് പറഞ്ഞാൽ? വിൽപത്രമാണ്. അതേപോലെ റിലീസ് ഡീഡ്, അതും കൂടി പഠിച്ചു വെച്ചോളണേ. റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒഴിമുറി, അതാണ് റിലീസ് ഡീഡ് എന്ന് പറഞ്ഞാൽ, ഒഴിമുറി, റിലീസ് ഡീഡ്. ഓക്കെ. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീതം. വൃദ്ധി എന്തായിരിക്കും? വൃദ്ധി എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലെ? അപ്പൊ എന്താണ്? ക്ഷയിച്ചത്, ക്ഷയമാണ്. വൃദ്ധി ക്ഷയമാണ്. ഋജു എന്താണ് ഓപ്പോസിറ്റ്? ഋജു എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് വരേണ്ടത് വക്രമാണ്. എങ്കിൽ ശീഘ്രം ഓപ്പോസിറ്റ് എന്താണ്? ശീഘ്രം വേഗത്തിൽ, മന്ദം പതുക്കെ അല്ലെ? ഹ്രസ്വം ഓപ്പോസിറ്റ് എന്താണ്? ദീർഘം. ഹ്രസ്വം ദീർഘമാണ്. അടുത്തത് പരാധീനം ഓപ്പോസിറ്റ് എന്താണ്? സ്വാധീനം പരാധീനം. ഋജു വക്രം, ശീഘ്രം മന്ദം, ഹ്രസ്വം ദീർഘം, പരാധീനം സ്വാധീനം, വൃദ്ധി എന്താണ്? ക്ഷയമാണ്. നമ്മൾ അതേപോലെ ഇന്നലെ പഠിച്ച കുറച്ചുണ്ടായിരുന്നല്ലോ മലയാളത്തില്. എന്തൊക്കെയായിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്? സ്വഗീയം. ഇതേപോലെ മറ്റൊന്ന് പഠിച്ചതല്ലേ? സ്വഗീയം പഠിച്ചു. എന്താണ്? പരകീയം. സ്വഗീയം പരകീയം. ഒരു റിവിഷൻ പോലെയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ഗാഠം ഓപ്പോസിറ്റ് എന്തായിരുന്നു പഠിച്ചത്? ശിഥിലം. ഗാഠം ശിഥിലമാണ്. പിന്നെ പരാധീനം സ്വാധീനം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? സ്വായത്തം ഓപ്പോസിറ്റ് എന്തായിരുന്നു? പരായത്തം. പരായത്തം. പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ഔദാര്യം ഓപ്പോസിറ്റ് എന്താണ് നമ്മൾ പഠിച്ചത്? അനൗദാര്യം. ഇനി ഫസ്റ്റ് ഡേ, ഇതിപ്പോ നമ്മുടെ 3ാമത്തെ ദിവസം അല്ലേ? ഫസ്റ്റ് ഡേ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഓപ്പോസിറ്റ് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ദുഷ്ടൻ പഠിച്ചിരുന്നു അല്ലെ? ദുഷ്ടൻ ശിഷ്ടൻ. അതേപോലെ പരാധീനം സ്വാധീനം നമ്മളിപ്പോ 3 ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ജഡം ഓപ്പോസിറ്റ് എന്താണ്? ചേതനം. ജഡം ചേതനം. ഓക്കെ. അപ്പൊ നമ്മുടെ 80ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 10 മാത്സ് മലയാളം കൂടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി എന്താണ്? 10 മാത്സ് ആണ് നമുക്ക് വരുന്നത്. 0.01 എത്ര ശതമാനമാണ് 0.001 എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ നമുക്കറിയാം എത്ര ശതമാനം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങ് 100 ആക്കി എടുക്കാം. 0.01 എന്ന് പറയുന്നത് 100% ഇതിന്റെ എത്ര ശതമാനമാണ് ഈ പറയുന്ന ഇതെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഉള്ളത് മുകളിൽ എഴുതുക, 1 ഉള്ളത് താഴെ എഴുതുക. 2 ഉള്ളത് എന്ന് പറയുമ്പോൾ എത്ര വരും? 0.001 × 100 ഡിവൈഡഡ് ബൈ 0.01 എന്ന് വരും. 2 ഉള്ളത് മുകളിൽ എഴുതുക, 1 ഉള്ളത് താഴെ എഴുതുക. ഇവിടെ എന്താണ്? 0 അങ്ങ് കട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ എന്താണ്? 100 ആണ് അല്ലെ? അപ്പൊ നമുക്ക് 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അപ്പോൾ ഇത് 0.1 എന്ന് വരും. ഓക്കെ. 0.1 ഡിവൈഡ് ബൈ 0.01 എന്ന് വരും. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് താഴെയുള്ളത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെയും. ഇവിടെ ആൻസർ എത്ര വരും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ വരും? 100. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്രയാണ്? 1 ഡിജിറ്റ് ആണ്. സോ ഇവിടെ ഒരു പോയിന്റ് മാറ്റി ഡിജിറ്റ് ഇടുക. അപ്പൊ 10 വരും. ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ്? 1. 10 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 10% എന്തെന്ന് പറയുന്നത്? 0.001 എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുത്ത് എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായി നമുക്ക് ഇത് ഇട്ട് നോക്കാം അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ അതല്ലേ തന്നിരിക്കുന്നത്. നോക്കിക്കേ. 15 ഡിവൈഡ് ബൈ 3 + 4 × 5. 15ന് ഫസ്റ്റ് നമ്മുടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്?
ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ബ്രാക്കറ്റ് ഇല്ല, അടുത്ത എന്താ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ആൻസർ എത്ര വരും? 5. 5 പ്ലസ് 4 ഇൻറ്റു 5 എന്ന് വരും. ഇനി എന്താണ് ചെയ്യേണ്ടത്? 5 ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 ഇൻറ്റു 5 20. പിന്നെ ചെയ്യേണ്ടത് അഡീഷൻ ആണ് 25. സോ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ എ അല്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ബി നമ്മൾ ഇതേപോലെ ഇട്ട് നോക്കണം, അടുത്ത സി ഇട്ട് നോക്കണം. അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഒരു സ്കൂളിലെ 55% പെൺകുട്ടികൾ, 55 ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആകെ മൊത്തം ആ സ്കൂളിൽ 1600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികളുടെ ശതമാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ? ഗേൾസ് അല്ലെ, ഗേൾസ് എന്ന് പറയുന്നത് 55% എങ്കിൽ ബോയ്സ് എത്രയായിരിക്കും? മൊത്തം 100 നമ്മൾ പറയുന്നത്, ബാക്കി ബോയ്സ് എന്ന് പറയുന്നത് 45% ആയിരിക്കും. മൊത്തം കുട്ടികളുടെ എണ്ണം 1600 ആണെങ്കിൽ ഗേൾസിന്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അല്ലെ, നമ്മൾ ശതമാനമായിട്ട് നമ്മൾ ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ 55 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 1600 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര കുട്ടികൾ, എത്ര ഗേൾസ് ആ സ്കൂളിൽ ഉണ്ടെന്ന് കിട്ടും. കട്ടായി പോകും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 880 ആണ്. 55 ഇൻറ്റു 16 ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ആ സ്കൂളിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് നോക്കാം. അല്ലെ, ഒന്നുകിൽ ഇവിടെ മൈനസ് ചെയ്താൽ മതി. മൊത്തം 1600 കുട്ടികളല്ലേ ഉള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 880 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 720 ആൺകുട്ടികളാണ് ആ സ്കൂളിലുള്ളത്. പെൺകുട്ടികളുടെ എണ്ണം കിട്ടി, ആൺകുട്ടികളുടെ എണ്ണം കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പെൺകുട്ടികളിൽ 90% കുട്ടികൾ ജയിച്ചു. അപ്പൊ ഈ പറയുന്ന 880 എന്ത് കണ്ടുപിടിക്കണം? 90% കണ്ടുപിടിക്കണം. ഇവിടെ 0 0 കട്ടായി, ഈ 0 ഇവിടെ 0 കട്ടായി. 88 ഇൻറ്റു ഇവിടെ നമുക്ക് എത്ര കിട്ടും? നമുക്കിവിടെ വേണ്ടത് തോറ്റ കുട്ടികളുടെ എണ്ണം അല്ലേ. അപ്പൊ നമുക്ക് ജയിച്ചവരുടെ വേണം, നമുക്ക് തോറ്റവരുടെ കണ്ടുപിടിക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ എന്ത് ചെയ്യണം? 880, 90% കുട്ടികൾ ജയിച്ചെന്ന് പറയുമ്പോൾ എന്താണ്? 10% കുട്ടികളാണ് ഇവിടെ തോറ്റത് അല്ലേ. 0 കട്ടായി പോകും. ആൻസർ എന്ന് പറയുന്നത് 88 ആണ്. എന്താ? തോറ്റ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി തോറ്റ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. ആൺകുട്ടികളിൽ എത്ര പേരാണ് തോറ്റത്? 80% കുട്ടികൾ ജയിച്ചു. അപ്പൊ എന്താണ്? 20% കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? തോറ്റത് 20% കുട്ടികളാണ്. അപ്പൊ ഈ പറയുന്ന 720 കുട്ടികളെടുത്ത് 20% പേര് തോറ്റു. കട്ടായി പോകും. ആൻസർ എത്ര വരും? 144 കുട്ടികളാണ് അവിടെ തോറ്റത്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ആകെ തോറ്റ കുട്ടികളുടെ ശതമാനമല്ലേ നമുക്ക് വേണ്ടത്. ആകെ തോറ്റ കുട്ടികൾ എന്ന് പറയുന്നത് 144ഉം 88ഉമാണ്. ആൻസർ എത്ര വരും? 232 കുട്ടികളാണ് ആ സ്കൂളിൽ തോറ്റിരിക്കുന്നത്. അവരുടെ ശതമാനമാണ് നമുക്ക് വേണ്ടത്. ആകെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് എത്രയാണ്? 1600 കുട്ടികൾ 232 പേര് തോറ്റു. 0 0 കട്ടായി പോകും. ആൻസർ വരേണ്ടത് 232 ഡിവൈഡ് ബൈ 16 ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് 14.5% ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗേൾസിന്റെ അല്ലെ 50% പെൺകുട്ടികൾ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കുട്ടികളുടെ എണ്ണം അറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഗേൾസിന്റെയും ബോയ്സിന്റെയും എണ്ണം കണ്ടുപിടിക്കാം. അതിലെ 90% പെൺകുട്ടികൾ ജയിച്ചിട്ടുണ്ട്. സോ എന്താണ്? 10% കുട്ടികളാണ് അവിടെ തോറ്റിരിക്കുന്നത്. 80% ആൺകുട്ടികൾ പരീക്ഷയ്ക്ക് ജയിച്ചു. അപ്പൊ അവിടെ എന്താണ്? 20% കുട്ടികളാണ് തോറ്റിരിക്കുന്നത്. ആ തോറ്റ കുട്ടികളുടെ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തോറ്റ കുട്ടികളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കുക, മൊത്തമുള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക, ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ശതമാനം കിട്ടും. 186 ക്വസ്റ്റ്യൻ മാർക്ക് 182 342 തന്നിരിക്കുന്ന ഇതൊരു റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 186 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 12ന്റെ സ്ക്വയറിനോട് 12 കൂട്ടണം. അതായത് 144നോട് ഇവിടെ എത്ര കൂട്ടും? 12 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 186 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്കിവിടെ അറിയില്ല. നമുക്കിപ്പോൾ ഇതിന്റെ റിലേഷൻ നോക്കാം. 182 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 13ന്റെ സ്ക്വയറിനോട് 13 കൂട്ടിയേക്കുവാണ്. 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. അതിനോട് 13 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 182 ആണ്. ഇനി ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 342 ആണ്. 342 എന്ന് പറയുന്നത് 18ന്റെ സ്ക്വയറിനോട് 18 കൂട്ടുന്നതാണ്. 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 324 ആണ്. അതിനോട് എന്ത് ചെയ്യണം? 18 കൂട്ടണം. അപ്പൊ കിട്ടുന്നത് 342 ആണ്. അതായത് ഈ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനോട് +5 ആണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 17ന്റെ സ്ക്വയറിനോട് 17 കൂട്ടണം. അപ്പോൾ എത്ര വരും? 289 അല്ലേ? 17ന്റെ സ്ക്വയർ പ്ലസ് 17 ചെയ്യണം. ആൻസർ എന്ന് പറയുന്നത് 306 ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെട്ടു. രണ്ടുപേരും ഒരേപോലെ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അരുൺ, ഇതാണ് അരുൺ, ഇവിടെ ആരാണ്? കണ്ണനാണ്. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ പെർ വേഗതയിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ പെർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഇങ്ങനെ വരുമ്പോഴേക്കും ഈ ദൂരം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദൂരം കണ്ടുപിടിക്കാനായിട്ട് ഇവരുടെ സ്പീഡുകൾ എന്താണോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ അതിന്റെ ഡിഫറൻസ് ചെയ്യുക, D1 - D2 ഇൻറ്റു സമയം എത്രയാണോ, സമയ വ്യത്യാസം. 3 മണിക്കൂർ മുമ്പല്ലേ ലക്ഷ്യം. അപ്പൊ അതായത് അവർ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്ന അതാണ് 3 എന്ന് പറയുന്നത്. ഇവിടെ എത്ര വരും? D1 × D2. ആദ്യത്തെ ആളുടെ എത്രയാണ്? 60 മണിക്കൂറാണ് വേഗത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളുടെ 40 ആണ്. ഡിവൈഡ് ബൈ അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 ആണ്. ഇൻറ്റു 3 ചെയ്താൽ മതി. 0 0 കട്ടായി പോയി. ഇവിടെ എത്രയാണ്? 2ഉം 4ഉം തമ്മിൽ കട്ടായി പോകും 2 തവണ. 60 × 6 6 × 6 36. ഒരു 0 ഇട്ട് കൊടുക്കുക. 360 കിലോമീറ്റർ ആണ് ഇവർ മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ദൂരം കണ്ടുപിടിക്കാനായിട്ട് 2 വ്യത്യസ്ത വേഗതകളാണ് തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള സമയ വ്യത്യാസവും തന്നിട്ടുണ്ടെങ്കിൽ വേഗത കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ്? D1 D2 ഡിവൈഡ് ബൈ D1 - D2 × T ആണ്. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU എന്ന് എഴുതി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന കോഡിന്റെ വാക്കിന്റെ കോഡ് എന്താന്നാ? അപ്പൊ നമുക്ക് നോക്കാം. ടീച്ചർ അല്ലെ, ടീച്ചറിന് എങ്ങനെയാണ് എഴുതേണ്ടത്? WCDAKCU ആണ്. ഈ ടീനോട് നമുക്ക് എന്താണ്? +3 കൂട്ടണം. ടി കഴിഞ്ഞിട്ട് എന്താണ്? TUVW. മൂന്നാമത്തെ ലെറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? W എന്ന് പറയുന്നത്. ഇനി ഇയും സിയും തമ്മിൽ നോക്കിക്കേ. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇയിൽ നിന്നും ബാക്കിലോട്ട് -2 ആണ് ചെയ്യുന്നത്. സി കഴിഞ്ഞിട്ടാണ് ഡിയും ഇയും വരുന്നത്. അപ്പൊ ബാക്കിലോട്ടാണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ -2. അടുത്ത് നോക്കിക്കേ, എ കഴിഞ്ഞിട്ട് BCD മൂന്നാമത്തത്. ഇവിടെ എന്താണ്? -2 അല്ലെ? സിക്ക് മുമ്പ് എന്തുണ്ട്? എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ -2 ആണ്. 2 എണ്ണം പുറകോട്ടായിട്ട് ഇരിക്കുന്നത്. ഇവിടെ എന്താണ് വരേണ്ടത്? എച്ച് കഴിഞ്ഞിട്ട് IJK +3 ആണ്. ഇവിടെ എന്താണ്? -2 ആണ്. ഇവിടെ എന്താണ്? +3 ആണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡന്റിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? +3. എസ് കഴിഞ്ഞിട്ട് +3 എന്ന് പറയുമ്പോൾ TUV ആണ് വരേണ്ടത്. എല്ലാം V ആണ്. അപ്പൊ നമുക്കൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്താണ്? -2 ചെയ്യണം. ടിക്ക് മുമ്പെന്ന് പറയുമ്പോൾ എന്താണ്? RS. രണ്ടെണ്ണത്തിന് മുമ്പെന്ന് പറയുമ്പോൾ 6 ആണ് അല്ലെ? വിയും 6ഉം ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്യാം. ഇനി യു അടുത്ത എക്സ് ആണ് അല്ലെ? അപ്പൊ അതിനവിടെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ടും എക്സ് ആണ്. ഇനി ഇത് നോക്കിയാൽ മതി. ഡിക്ക് മുമ്പെന്ന് പറയുമ്പോൾ എന്താണ്? ABC അല്ലെ? നമ്മൾ എങ്ങനെയാ പറയുന്നത്? BCD. ഡിക്ക് -2 എന്ന് പറയുമ്പോൾ ഇവിടെ B തന്നെ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/0.25 × 7/0.25 × 16/0.49 ഡിവൈഡ് ബൈ 21/0.25 × 16/0.24. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തോന്നും ഭയങ്കര വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ല. A/m × B/m ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? AB⁴m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ പറയുന്ന പവർ രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 7/0.25 എന്ന് എഴുതാം. ഇൻറ്റു 16/0.49 ഹോൾ ഡിവൈഡ് ബൈ 21/0.25 × 16/0.24. ഇവിടെ നോക്കിക്കേ, ഇവിടെ 21, 7 × 3 21 ആണ്. 21/0.25. ഇവിടെ ഡിനോമിനേറ്ററിലും എന്താ വന്നിരിക്കുന്നത്? 21/0.25. നേരെ ഇതങ്ങനെ രണ്ടും കട്ട് ചെയ്തു. ബാക്കി എന്തുണ്ട്? 16/0.49 ഡിവൈഡ് ബൈ 16/0.24. നമുക്കറിയാവുന്ന റിലേഷൻ എങ്ങനെയാണ്? A⁴m ഡിവൈഡഡ് ബൈ A⁴n ആണെങ്കിൽ എന്താണ്? A⁴m - n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താണ്? ബേസ് സെയിമും പവർ വ്യത്യാസവുമാണ്. ബേസ് ഒരു തവണ എഴുതുക, 0.49 - 0.24 ചെയ്യുക. ഇവിടെ ആൻസർ എങ്ങനെ വരും? 16 ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.25 ആണ് അല്ലെ? ഇങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. അപ്പൊ നമുക്കറിയാം ഈ 0.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16/1/4 അല്ലേ നമ്മൾ 0.25 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. അതും നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഈ പറയുന്ന 16നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം അല്ലെ? 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 വരും. 2 കൊണ്ട് ചെയ്യുക 4 വരും. അഗെയിൻ 2 കൊണ്ട് ചെയ്യുക 2 2 1. അതായത് 2/4 നമുക്ക് എന്തെഴുതാം?
അതായത് 16നെ നമുക്ക് 2 റേസ് ടു 4 എന്ന് എഴുതാം. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 16ന്റെ പ്ലേസിൽ നമ്മൾ 2 റേസ് ടു 4 എഴുതി, ദി ഹോൾ പവർ 1/4 എന്ന് വരും. എ പവർ എം ദി ഹോൾ പവർ എൻ എന്ന് പറഞ്ഞാൽ എ പവർ എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 4 ഇൻറ്റു 1/4 കട്ടായി പോകും. ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 45 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുര തകിടുകൾ ഉണ്ടാക്കാം? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അത് മുറിച്ച് ഇത് ഉണ്ടാക്കുക അല്ലെ. എല്ലാത്തിലും നമ്മൾ എന്താണ്, ചിലപ്പോൾ നമ്മൾ വോളിയം ആണ് ചോദിച്ചത്, ചിലപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സ്ഫിയർ, ഒരു ഗോളം ഉരുക്കി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗോളം ഉണ്ടാക്കി, അതേപോലെ വലിയൊരു തകിട് മുറിച്ച് കുഞ്ഞു കുഞ്ഞു ചെറിയ തകിടുകൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഏരിയ രണ്ടിന്റെയും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. ഇനി വോളിയം 3D ആയിട്ടുള്ള ഫിഗർ ആണെങ്കിൽ എന്ത് വരും? അതിന്റെ വലുതിന്റെ വോളിയത്തിൽ നിന്ന് ചെറുതിന്റെ വോളിയം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഉണ്ടാക്കി എന്ന് കിട്ടും. അതേപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് 45 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരാകൃതിയിലെ ലോഹത്തകിട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് 9 എണ്ണമുള്ള എത്ര എണ്ണം മുറിച്ചെടുക്കാം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്പർ എന്ന് പറയുന്നത് ഇപ്പറയുന്ന വലുതിന്റെ ഏരിയയെ ചെറുതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വലുതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? 45 ഇൻറ്റു 45. ചെറുതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? 9 ഇൻറ്റു 9 വരും. തമ്മിൽ കട്ടായി പോകും. 9 5 45. ഇവിടെ തമ്മിൽ കട്ടായി പോകും. 9 5 45. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് 12:20 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് നോർമലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30h - 11/2m ചെയ്യണം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുക, 12 കഴിഞ്ഞുള്ള സമയമാണോ 12:10, 12:05, 12:20, 12:18 അങ്ങനെ മണിക്കൂർ സൂചി 12 ആണ് എങ്കിൽ നമുക്ക് അവിടെ ഈ പറയുന്ന 11/2m മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും? 11/2 ഇൻറ്റു 20 എന്ന് വരും. കട്ടായി പോകും 10 തവണ അല്ലെ. 11 ഇൻറ്റു 10 110 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊന്നാണ് 3/4 കോണളവ് എത്രയാണ്? ഇവിടെ ഒന്നും നോക്കണ്ട, 7.5 കോണളവ്. എന്താണ് കാര്യം? ഇവിടെ ഈ 15 എന്ന് പറയുന്നത് നമ്മുടെ മിനിറ്റ് സൂചിയിൽ 3-ലല്ലേ വന്ന് നിൽക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയുടെയും ആ തന്നിരിക്കുന്ന അളവ് ഒന്ന് തന്നെയാണെങ്കിൽ എന്താണ്? അതിന്റെ നേരെ പകുതി എഴുതിയാൽ മതി. 4:20 20 എന്ന് പറയുമ്പോൾ എന്താണ്? മിനിറ്റ് സൂചി വരുന്നത് 4-ലാണ്. ഇത് രണ്ടും 4 അപ്പൊ 20ന്റെ പകുതിയായ 10 ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി 1.5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ 5 എന്ന് പറയുന്നത് 1-ൽ തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 5ന്റെ പകുതിയായ 2.5 ആയിരിക്കും. ഇനി 10 അങ്ങനെയാണെങ്കിൽ 10 എത്രയായിരിക്കും വരേണ്ടത്? 10 50 എന്ന് പറയുന്നത് ഇവിടെ 10-ലാണ്. ഇത് നമ്മളുടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50ന്റെ അല്ല പറയുന്നത് ഇതിന്റെ നേരെ പകുതി എടുത്താൽ മതി. അപ്പൊ എത്ര വരും? 20 ഡിഗ്രി വരും. 25 ഡിഗ്രി വരെ. ഓക്കെ, അതേപോലെ മറ്റൊന്നാണ് എത്ര പറയാം? 7:35, 8:40, അതേപോലെ 6:30 ഇങ്ങനെ എല്ലാം വരുമ്പോഴേക്കും ഇവിടെ രണ്ടിടത്തും മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ സംഖ്യയിൽ വരുന്നത് കൊണ്ട് ഈ മിനിറ്റ് എന്താണോ അതിന്റെ പകുതി എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ കിട്ടും. ഒരാൾ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു അല്ലെ. ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതാണ് അയാളുടെ വീട്. അയാളുടെ വീട്ടിൽ നിന്ന് അയാൾ കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് അയാൾ വലത്തോട്ട്, ഇത് അയാളുടെ ഇങ്ങോട്ടാണെങ്കിൽ അയാളുടെ ഇടത്ത്, ഇതാണ് അയാളുടെ വലത്തോട്ട് യാത്ര തിരിഞ്ഞു. വീണ്ടും എന്ത് ചെയ്തു? അയാൾ വലത്തോട്ട്. ഇപ്പൊ അയാളുടെ വലത് ഇതാണ്. വീണ്ടും അയാൾ വലത്തോട്ട് തിരിഞ്ഞാൽ അയാൾ ഏത് ദിക്കിലേക്കായിരിക്കും പോകുന്നത്? അയാൾ ഉറപ്പായിട്ടും പടിഞ്ഞാറോട്ടായിരിക്കും അല്ലേ പോകുന്നത്. അപ്പൊ ഓപ്ഷൻ സി പടിഞ്ഞാറാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ 3 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി പേര് എനിക്ക് നമ്മൾ ക്ലാസ് ചലഞ്ച് ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് അതിൻ്റെ നോട്ട്സ് ഒക്കെ എടുത്ത് എനിക്ക് പഠിക്കുന്ന എഴുതിയൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ആരെങ്കിലൊക്കെ അത് ഫോളോ ചെയ്തൊന്നും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്കൊരു മോട്ടിവേഷനാണ് വീണ്ടും വീണ്ടും ക്ലാസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്